ഹലോ എവ്രി വൺ, വെൽക്കം ടു ടെക് റിവ്യൂസ് ഓൺ മലയാളം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു യൂസ്ഡ് സി ഫോൾഡ് 6 ആണ്. നമുക്ക് ആദ്യമായി ഇതിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഡോക്യുമെൻസും ചാർജിങ് കേബിളും അടങ്ങിയ ഒരു ചെറിയ ബോക്സ് നമുക്ക് കാണാം. ഇത് നമുക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സി ഫോൾഡ് 6 കാണാവുന്നതാണ്. 11 മാസം യൂസേജ് ഉള്ള ഒരു ബ്രാൻഡ് ന്യൂ കണ്ടീഷനിലുള്ള ഒരു ഫോണാണ് നമ്മുടെ കയ്യിൽ ഇപ്പോഴുള്ളത്. ഈ മാസം 22-ാം തീയതി ഇതിൻ്റെ വാറൻറ്റി അവസാനിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒന്ന് ബ്രീഫായി നോക്കാം. ഇനി നമുക്ക് ഫോൺ എങ്ങനെയുണ്ടെന്ന് നോക്കാം. സാംസങ്ങിൻ്റെ 1 UI വരുന്ന ഈ ഫോണിന് നല്ല സ്മൂത്ത് ആൻഡ് ഫാസ്റ്റ് ആയ റെസ്പോൺസ് ആണ് ഉള്ളത്. സെറ്റിംഗ്സിലെ എബൌട്ട് ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫോണിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. ഈ ഫോൺ ഇപ്പോഴുള്ളത് ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 15-ഉം UI 7.0-യുമാണെന്ന് കാണാം. കൂടുതൽ അപ്ഡേറ്റ്സും ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. സി ഫോൾഡ് 6-ന്റെ മറ്റ് ഫീച്ചേഴ്സാണ് ഇതിൻ്റെ ഫോൾഡബിൾ ഡിസ്പ്ലേയിൽ വരുന്ന അണ്ടർ ഡിസ്പ്ലേ ക്യാമറ, ടാബുകളിൽ കണ്ടുവരുന്നത് പോലെയുള്ള ടാസ്ക് ബാർ, 3 മൾട്ടി വിൻഡോ വരെ അറ്റ് എ ടൈം യൂസ് ചെയ്യാൻ സാധിക്കുന്ന മൾട്ടി ടാസ്കിംഗ് സപ്പോർട്ട്, സാംസങ് എസ് പെന്നിൻ്റെ സപ്പോർട്ട് എന്നിവ. എന്നാൽ കവർ ഡിസ്പ്ലേയിൽ എസ് പെന്നിൻ്റെ സപ്പോർട്ട് കിട്ടുന്നില്ല. ഇതിൻ്റെ 120 Hz റിഫ്രഷ് റേറ്റ് ഉള്ള LTPO ഡിസ്പ്ലേസ് സ്റ്റാൻഡ് ബൈ മോഡിൽ 0 റിഫ്രഷ് റേറ്റും യൂസ് ചെയ്യുമ്പോൾ 120 Hz വരെയുള്ള സ്മൂത്ത് റിഫ്രഷ് റേറ്റും കിട്ടുന്നതാണ്. ഇത് ഫോണിനെ കൂടുതൽ എനർജി എഫിഷ്യൻറ്റും ആക്കുന്നുണ്ട്. ഇതിൻ്റെ ഹിഞ്ചസിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള ഹിഞ്ചസ് തന്നെയാണ് സാംസങ് ഇതിന് നൽകിയിരിക്കുന്നത്. ഏത് പൊസിഷനിൽ ഓപ്പൺ ചെയ്ത് വെച്ചാലും ആ പൊസിഷൻ കീപ്പ് ചെയ്യാൻ ഇതിന് കഴിയുന്നുണ്ട്. എന്നാൽ ഓപ്പൺ ചെയ്യുമ്പോൾ കുറച്ച് ടൈറ്റ് ഫീലാണുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ സിം ട്രേ പരിശോധിക്കുകയാണെങ്കിൽ ഇതിൽ 2 ഫിസിക്കൽ സിം ഇടാനുള്ള ഓപ്ഷൻ കാണുന്നുണ്ട്. അതുമല്ലെങ്കിൽ ഒരു ഫിസിക്കൽ സിമ്മും ഒരു സിമ്മുമായി യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ വിവിധ തരത്തിലുള്ള മോഡ്സ് കാണാം. ഫോട്ടോ, പോർട്രേറ്റ്, വീഡിയോ, സ്ലോ മോഷൻ, പ്രോ എന്നിങ്ങനെയുള്ള മോഡ്സ് കാണാവുന്നതാണ്. ഇതിൻ്റെ 2 സെൽഫി ക്യാമറകളുടെ പെർഫോമൻസും ബിലോ ആവറേജ് ആണ്. എന്നാൽ ഇതിൻ്റെ മെയിൻ ക്യാമറ ഉപയോഗിച്ച് കിടിലൻ സെൽഫികൾ എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഫോണിലെടുത്ത കുറച്ച് ഫോട്ടോ ആൻഡ് വീഡിയോ സാമ്പിൾസ് ഒന്ന് കണ്ടു നോക്കാം. വീഡിയോ ആൻഡ് ഓഡിയോ പ്ലേബാക്ക് പരിശോധിച്ചാൽ നല്ല പ്രീമിയം എക്സ്പീരിയൻസ് തന്നെയാണ് തരുന്നത്. 7.6 ഇഞ്ചിൻ്റെ വിശാലമായ സ്ക്രീനിൽ നമുക്ക് വീഡിയോസ് എൻജോയ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ഗെയിമിംഗ് പെർഫോമൻസ് ചെക്ക് ചെയ്യണമെങ്കിൽ ഏത് ഹൈ ഗ്രാഫിക്സ് ഗെയിമും നമുക്കിതിൻ്റെ വലിയ സ്ക്രീനിൽ വളരെ ഇമേഴ്സീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് തരുന്നുണ്ടോ. ഇനി നമുക്കിതിൻ്റെ ഔട്ട്ലുക്ക് ഒന്ന് പരിശോധിക്കാം. ഫോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ നല്ല കോമ്പാക്റ്റ് ആയിട്ടുള്ള ഡിസൈനാണ് ഇതിന് വരുന്നത്. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ വലിയ സ്ക്രീനും നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തരുന്നുണ്ട്. സോ ടോട്ടലി പ്രീമിയം ആൻഡ് ലക്ഷറി ഫീലാണ് നമുക്ക് ഈ ഫോൺ തരുന്നത്. ഇതിനോടൊപ്പം സാംസങ്ങിൻ്റെ ബാക്ക് കവറും എസ് പെന്നും അവൈലബിൾ ആണ്. ആപ്പ് യൂസ് ചെയ്ത് ഫിസിക്കൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ വളരെ മികച്ച റിപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് പരിശോധിക്കുമ്പോൾ ഇതിൽ യാതൊരുവിധ സ്ക്രാച്ചസും കാണുവാൻ സാധിക്കുന്നില്ല. അതുപോലെ
സൈഡ് പാനൽസും വളരെ നീറ്റ് ആൻഡ് ക്ലിയർ ആണ്. ഒരു ബ്രാൻഡ് ന്യൂ ഫോണിൻ്റെ ലുക്ക് തന്നെയാണ് ഈ ഫോൺ നമുക്ക് തരുന്നത്. കവർ ഡിസ്പ്ലേയിലോ ഫോൾഡബിൾ ഡിസ്പ്ലേയിലോ യാതൊരുവിധ ലൈനോ ഡോട്ട്സോ ഒന്നും കാണുവാൻ സാധിക്കുന്നില്ല. ക്യാമറ ലെൻസ് പരിശോധിക്കുകയാണെങ്കിലും നല്ല നീറ്റ് ആൻഡ് പെർഫെക്റ്റ് കണ്ടീഷൻ തന്നെയാണ്. സോ ഒരു ബ്രാൻഡ് ന്യൂ ഫോൺ തരുന്ന എല്ലാ ലുക്കും വർക്കും ഈ ഫോൺ നമുക്ക് തരുന്നുണ്ട്. 1.25 ലക്ഷം വില വരുന്ന ഈ സാംസങ് സി ഫോൾഡ് 6 നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വെറും 90,000 റുപ്പീസിന് വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന സെല്ലൻട്രിക് എന്ന ഷോപ്പുമായി ബന്ധപ്പെടാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് കിട്ടാനായി ബെൽ ബട്ടൺ കൂടി അമർത്തുക. താങ്ക് യു.